ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ സ്ത്രീകളും പവർഫുൾ ആണ്. പക്ഷെ എങ്കിൽ പോലും ചില കാര്യങ്ങളെങ്കിലും അവരെ ഇമോഷണലി തളർത്താറുണ്ട്, വേദനിപ്പിക്കാറുണ്ട്, പല തെറ്റായ തീരുമാനങ്ങളിലേക്കും നയിക്കാറുണ്ട്. ഇതെല്ലാ സ്ത്രീകൾക്കും ബാധകമൊന്നുമല്ല. എങ്കിൽ പോലും ഭൂരിഭാഗം സ്ത്രീകൾക്കും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വീക്ക്നെസ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ത്രീകളുടെ ചില വീക്ക്നെസ്സുകളെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇമോഷണൽ അറ്റാച്ച്മെന്റ്. എല്ലാ സ്ത്രീകളും പെട്ടെന്ന് ഒരു പുരുഷനുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നവരാണ്. ഇനി പുരുഷൻ എന്നൊന്നും നമുക്ക് പറയണ്ട, നോർമലി ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ കേസ് ആണെങ്കിലും മറ്റ് സ്ത്രീകളായിട്ടാണെങ്കിലും സ്ത്രീകളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് അവർ ഇമോഷണലി അറ്റാച്ച്ഡ് ആയി പോകും. പിന്നെ അടുത്തൊരു കാര്യം, ഇവർ ഇമോഷണലി അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാല് ഇവർക്ക് പിന്നെ ഈ നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ഒരാള് റെഡ് ഫ്ലാഗ് ആണെങ്കിലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം അവർ ചെയ്യുന്നതെല്ലാം സ്നേഹം കൊണ്ടാണ്. അല്ലെങ്കിൽ അവരെന്ത് തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്താൽ പോലും നമുക്കത് അത്ര പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. കാരണം അവരുമായിട്ട് നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, അവരില്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു രീതിയിലേക്ക് പെട്ടെന്ന് മാറുന്നത് കമ്പാരിറ്റീവ്ലി സ്ത്രീകളാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഫിയർ ഓഫ് ലോസിങ് റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി സ്വാഭാവികമായിട്ടും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും സ്ത്രീകൾക്ക് അത് കുറച്ച് കൂടുതലായിരിക്കും. കാരണം അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അവരുടെ പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു പേടി ഉണ്ടായിരിക്കും, ഇയാളെ എനിക്ക് നഷ്ടപ്പെടുമോ. ഈ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇയാൾ നമ്മളെ ഉപേക്ഷിച്ച് പോവോ അല്ലെങ്കിൽ ഇയാൾ നമ്മളെ ഒഴിവാക്കോ എന്നുള്ളത് മാത്രമല്ല കേട്ടോ, അവര് നമ്മളിൽ നിന്ന് മരിച്ചു പോവോ ആ രീതിയിലൊക്കെ ചിന്തിക്കുകയും ഓവർ തിങ്ക് ചെയ്ത് വിഷമിക്കുകയും സ്ത്രീകൾ ചെയ്യാറുണ്ട്. അപ്പം ഇവരെപ്പോഴും, അതായത് ഞാനടക്കമുള്ള സ്ത്രീകൾ എപ്പോഴും പേടിക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണറിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോവോ എന്നുള്ളത്. അത് പല കാരണങ്ങളാലാവാം. ഇപ്പം നമ്മൾ ചീറ്റ് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കോ, നമ്മളോടുള്ള ഇഷ്ടം പോയിട്ട് വേറെ ആളുകളുടെ കൂടെ പോവോ, നമ്മൾ ഒഴിവാക്കോ, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും അതിന് റീസൺസ് ആയിട്ട് വരാം. എങ്കിൽ പോലും നമ്മളിൽ നിന്ന് വിട്ടു പോകുമോ അവര് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കൺസേൺ. ഇനി മൂന്നാമത്തെ കാര്യമാണ് സീക്കിംഗ് വാലിഡേഷൻ. സ്ത്രീകൾ പലപ്പോഴും ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് വാലിഡേഷൻ സീക്ക് ചെയ്യുന്നവരാണ്. അതിപ്പോ പാർട്ട്ണറിന്റെ അടുത്ത് നിന്ന് മാത്രം അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളിപ്പോ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് കുറെ പേര് വന്നിട്ട് പറയാണ്, ഇന്ന് നിന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഹാപ്പി ആവും, നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ആവും. ഇനിയിപ്പോ നമ്മളോട് കുറെ പേര് പറയാണ്, ഇന്ന് നിന്റെ ഡ്രസ്സിങ്ങിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു നിനക്ക് ഇതിങ്ങോട്ട് മാച്ച് ആവുന്നില്ല, ഈ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ നല്ല രീതിയിൽ നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഇത് സ്ത്രീകളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് വാലിഡേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു വാലിഡേഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം, സ്ത്രീകൾക്ക് കമ്പാരിറ്റീവ്ലി പുരുഷന്മാരെക്കാളും കൂടുതലും നോ പറയാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ അങ്ങനെയാണ് സ്ത്രീകളെ വളർത്തിയെടുക്കുന്നത്. എപ്പോഴും ഇങ്ങനെ കണ്ടീഷനിങ് ചെയ്ത് വളർത്തുന്നു. അതുപോലെ നല്ല കുട്ടി ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവരുടെയും മുന്നിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ഇന്റൻഷൻ മാത്രമാണ് ഉണ്ടാവുക. സോ ആ ഒരു സമയത്ത് നമുക്ക് ഈ നോ എന്ന് പറയുന്ന കാര്യം പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു മോശപ്പെട്ടവളാവും എന്നുള്ള ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. സോ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പലപ്പോഴും നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇപ്പം അവർക്ക് ഡയറക്റ്റ് ആയിട്ട് നോ പറയാൻ പറ്റില്ലെങ്കിൽ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് നോ പറഞ്ഞാൽ പോലും ആളുകൾ അവരെ ഒന്ന് വല്ലാണ്ട് ഫോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നോയെ എസ് ആക്കി എടുക്കാൻ വളരെ സിമ്പിൾ ആണ്. സോ അത് സ്ത്രീകളുടെ എടുത്തു പറയേണ്ട രീതിയിലുള്ള ഒരു നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അഞ്ചാമത്തെ കാര്യം, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, ഓവർ തിങ്കിങ് ആണ്. ഇത് നമ്മൾ പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് വളരെയധികം കൂടുതലാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കാറുണ്ട്. അപ്പം ഈ ഓവർ തിങ്കിങ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഓവർ തിങ്കിങ്ങിൽ പല കാര്യങ്ങളും ഇൻഡ്യൂഷൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഇൻഡ്യൂഷൻസ് ശരിയാവാനും പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് ചില ഇൻഡ്യൂഷൻസ് ഒക്കെ അവരുടെ മുന്നിൽ തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുമ്പോൾ
അടുത്തൊരു തവണ അവർക്ക് ഈ രീതിയിലുള്ള ഓവർ തിങ്കിങ് വരുമ്പോൾ അവർ വിചാരിക്കും, നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്ന കാര്യം ഒരു ഇൻറ്റ്യൂഷൻ ആണ്, ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഈ രീതിയിലൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. സോ ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ നിങ്ങൾ പുരുഷന്മാര് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിനെ നൈസായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പിനെ ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ അവളുടെ വീക്ക്നെസ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് സ്ത്രീകൾക്ക് വ്യക്തമായിട്ടുള്ള അവയർനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന പല ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുമുള്ള സാധ്യതകളുണ്ട്. സോ ഇതിനെ കുറിച്ചിട്ട് അവയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ കരുതുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.